ജീവനൊഴുകുമ്പോഴൊരു തുള്ളിയൊഴിയാതെ നീ തന്ന നിറയുന്ന പുഴയെങ്ങുവേറെ. നമുക്ക് വൈകാരികമായും ആത്മീയമായും ഭൗതികമായുമൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കാനാകുന്ന പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളെയാണ് നമ്മളെല്ലാവരും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതും. ഇപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം ഏതാണ്, അല്ലെങ്കിൽ മറക്കാനാവാത്ത പുസ്തകം ഏതാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ എല്ലാവരും നൽകുന്ന ഉത്തരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇതാണ്. എന്തിനാണ് നിങ്ങൾ വായിക്കുന്നത് എന്നുള്ള ഒരു വളരെ ലളിതമായിട്ടുള്ള ചോദ്യം. ഒന്നും ചിന്തിക്കാതെ ആദ്യം പറഞ്ഞ ഉത്തരം ടൈം പാസ് ചേച്ചി. ഒരു വിനോദമായി, ഒരു ടൈം പാസ്സായി പുസ്തക വായന എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ അടിത്തറയിൽ ഇങ്ങനെ കല്ലിൽ കൊത്തുവെച്ച ഒരു വിനോദമാണ് എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു വസ്തുതയാണ് എന്ന് എനിക്ക് തോന്നുന്നു. വായനയോടുള്ള പ്രണയം ആരംഭിക്കുന്നത് അന്ന് രാത്രിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ആ കുട്ടിയെ കാണുമ്പോൾ പറയും, യു ഹവ് ഗിവൻ മീ ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ലൈഫ് എന്നുള്ളത്. പക്ഷേ ആ മഴവില്ലിന് തന്നെ അഴകേകിയതും ഈ അനുഭൂതി എനിക്ക് നൽകിയതും ആ പുസ്തകമായിരുന്നു. അന്നവിടെ ശബരി എനിക്ക് അയച്ചൊരു മെസ്സേജിലുണ്ടായിരുന്നു, യുണീക്ലി പോർട്ടബിൾ മാജിക് എന്നുള്ളതാണ് പുസ്തകങ്ങൾ എന്നുള്ളതെന്ന്. ഒരു പുസ്തകം 1000 പേരുടെ കയ്യിലെത്തുമ്പോൾ, അത് 1000 വായനക്കാർ വായിക്കുമ്പോൾ, അത് 1000 പുസ്തകങ്ങളായി പുനർജന്മമെടുക്കുന്നു എന്നുള്ള മഹത്തായ ഒരാശയമാണ്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പങ്കാളികളായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ മാന്യ വ്യക്തിക്കും സ്നേഹം നിറഞ്ഞ പ്രണാമം. നമ്മൾ പുസ്തകങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യമാണോ മാനസികാരോഗ്യം എന്നെനിക്കറിയില്ല. ഞാൻ ഈ ഒരു വിഷയം ഇന്നിവിടെ ചർച്ചാ വിഷയമാകുന്നു എന്നറിഞ്ഞത് മുതൽ ഒരു പക്ഷേ കാണുന്ന പലരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് നിങ്ങൾ വായിക്കുന്നത് എന്നുള്ള ഒരു വളരെ ലളിതമായിട്ടുള്ള ചോദ്യം. എന്തിനാണ് പുസ്തകം വായിക്കുന്നത് എന്നുള്ള ചോദ്യം. ഒരല്പം ചിന്തിച്ചു കൂട്ടി പറയുന്നവർ അത് അറിവ് പകരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ആത്മവിശ്വാസം നൽകുന്നത് കൊണ്ടാണ്, എന്നെ കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനായി അനുവദിക്കുന്നു, എന്നെ മറ്റൊരു ലോകത്തിലേക്ക് പുസ്തകങ്ങൾ കൊണ്ടുപോകുന്നു തുടങ്ങിയ പല ഉത്തരങ്ങൾ എനിക്ക് ലഭിച്ചു. എന്നാൽ ചോദിച്ച ഉടനെ ഒരു ഞൊടിയിടയിൽ ഉത്തരം പറഞ്ഞ കുറച്ച് പേർ ഇന്നിവിടെ വന്നപ്പോഴും എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടിരുന്നു. വിവേകിനോട് ചോദിച്ചപ്പോൾ ആദ്യത്തെ ഒന്നും ചിന്തിക്കാതെ ആദ്യം പറഞ്ഞ ഉത്തരം ടൈം പാസ് ചേച്ചി എന്നുള്ളതായിരുന്നു. ഒരു വിനോദമായി, ഒരു ടൈം പാസ്സായി പുസ്തക വായന എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ അടിത്തറയിൽ ഇങ്ങനെ കല്ലിൽ കൊത്തുവെച്ച ഒരു വിനോദമാണ് എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു വസ്തുതയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അത് തലമുറകൾ കടക്കുന്തോറും വായനയുടെ മാർഗം മാറുന്നു എന്നുള്ളതല്ലാതെ വായന മാറുന്നില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഇനി ഇതേ ചോദ്യം ഞാൻ എൻ്റെ 5 വയസ്സായ കുഞ്ഞിനോട് ചോദിച്ചു. ഇന്നലെ രാത്രിയാണ് അവനോട് ചോദിച്ചത്, നിനക്ക് പുസ്തകം വായിക്കുന്നത് ഇഷ്ടമാണോ? അവൻ പറഞ്ഞു അതെ ഇഷ്ടമാണ്. ഞാൻ ചോദിച്ചു എന്താണ് പുസ്തകം വായിക്കുന്നതിൽ ഇഷ്ടം? അപ്പോൾ അതിൽ സ്റ്റോറീസ് ഉണ്ട്, റൈംസ് ഉണ്ട്, പസിൽസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, പിക്ചേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ നിരത്തി ഒരു പട്ടിക തന്നെ തരികയായിരുന്നു പുസ്തകങ്ങളിൽ എന്താണുള്ളത് എന്നുള്ളതിനെ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ചോദ്യം കൂടി ചോദിച്ചു, ഇതിലൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ്? പുസ്തകം എടുത്ത് കയ്യിൽ തന്നാൽ എന്തുള്ള പുസ്തകമാണ് ഇഷ്ടം? അപ്പോൾ എന്നോട് പറഞ്ഞു പസിൽസും ഗെയിംസും ഉള്ള പുസ്തകമാണ് ഏറ്റവും ഇഷ്ടം. നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ കാര്യം എന്തു പറഞ്ഞാലും എല്ലാത്തിനും
അതിൻ്റെ മേന്മയ്ക്കായി നമ്മൾ പറയുന്ന ഒരു മാനദണ്ഡമുണ്ട്. ഒരു കുഞ്ഞിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിൽ ഒരു പണ്ഡിതനാണ് അല്ലെങ്കിൽ പണ്ഡിതയാണ് എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഒരു പക്ഷേ ഐൻസ്റ്റീൻ്റെ കാലഘട്ടം മുതലുള്ള ഒരു മാനദണ്ഡമാണത്. അത് തന്നെ ഈ ഒരു വിഷയത്തിലും ഞാനും ഉൾക്കൊണ്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് പസിൽസും ഗെയിംസും ഒക്കെ അവന് ഇഷ്ടമാവുന്നത് എന്നുള്ളത് നോക്കിയാൽ അതിൽ അവനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വിനിമയത്തിൽ സാധ്യത നൽകുന്ന പ്രക്രിയയാണ് എന്നുള്ളത് കൊണ്ടാണ്. അവിടെ നിന്നും ഇങ്ങോട്ട് വാങ്ങുക എന്നുള്ളത് മാത്രമല്ല, അങ്ങോട്ട് നൽകുകയും ചെയ്യുക എന്നുള്ള ഇരുദിശയിലുമുള്ള ഒരു പ്രക്രിയയ്ക്കത് സാധ്യത നൽകുന്നു എന്നുള്ളതാണ്. ഈ ഉള്ള അക്കങ്ങളിൽ ഒരു പക്ഷേ ഓഡ് നമ്പേഴ്സ് ഏതാണെന്നുള്ളത് സർക്കിൾ ചെയ്യുക എന്നുള്ളതായിരിക്കും വളരെ ചെറിയൊരു അഭ്യാസം അവർക്കുള്ളത്. അല്ലെങ്കിൽ ഏതിനാണ് മഞ്ഞ നിറം കൊടുക്കേണ്ടത്, ഏതിനാണ് നീല നിറം കൊടുക്കേണ്ടത് എന്നുള്ള പന്തുകളുടെ ഒരു ആശയമായിരിക്കും ആ പുസ്തകത്തിൽ ഉണ്ടായിരിക്കുക. പക്ഷേ ആ വിനിമയം എന്നുള്ളത് വളരെ പ്രധാനമാണ് ഏതൊരു പുസ്തകത്തിനും എന്നുള്ള വളരെ കാതലായിട്ടുള്ള ഒരു പാഠമാണ് കുഞ്ഞിൽ നിന്നും എനിക്ക് ലഭിച്ചത്. കാരണം നമ്മളോട് തന്നെ നമുക്കിഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിലേറ്റവും അധികം നമ്മെ തന്നെ നമുക്ക് നിക്ഷേപിക്കാൻ സാധിച്ചിട്ടുള്ള പുസ്തകങ്ങളെ ആയിരിക്കും നാം എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. നമുക്ക് വൈകാരികമായും ആത്മീയമായും ഭൗതികമായും ഒക്കെ ഒരു ബന്ധം സ്ഥാപിക്കാനാകുന്ന പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളെയാണ് നമ്മളെല്ലാവരും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതും. ഇപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം ഏതാണ്, അല്ലെങ്കിൽ മറക്കാനാവാത്ത പുസ്തകം ഏതാണ്, ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന പുസ്തകം ഏതാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ എല്ലാവരും നൽകുന്ന ഉത്തരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇതാണ്: പരസ്പരം വിനിമയം ചെയ്യുക എന്നുള്ളത്. ഈ ഒരു പ്രക്രിയ തന്നെയാണ് പുസ്തകത്തെ മാനസികാരോഗ്യവുമായി ബന്ധിപ്പിക്കുന്നത്. കാരണം മനുഷ്യന് വിനിമയം ചെയ്യുവാനായി അനന്തമായ സാധ്യതകൾ നൽകുന്ന മറ്റൊരു മാർഗവും ഈ ഭൂമിയിൽ വായനയെക്കാളും ശ്രേഷ്ഠമായതില്ല എന്നുള്ളത് തറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കും. ഒരു പക്ഷേ പുതിയ തലമുറയിലെ കുട്ടികൾ ഇത് ചോദ്യം ചെയ്തു എന്ന് വരും. ഈ നേരത്തെയുള്ള ചർച്ചയിലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ പുസ്തകങ്ങൾക്കുപരിയായി ഇന്ന് ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിൽ ഒരുപാട് സർഗാത്മിക ശേഷിയുള്ള ധാരാളം കഴിവുകൾ പ്രകടിപ്പിക്കുന്ന പലരെയും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇതിനെയൊക്കെക്കാളും ഒരു പക്ഷേ നേരത്തെ നമ്മുടെ ജീവിതത്തിൽ ചേക്കേറിയ പുസ്തകങ്ങൾ ഒരു തുറന്ന വാതായനമാണ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വിനിമയത്തിൻ്റെ സാധ്യത ഏറ്റവും അധികം അതിന് നൽകുന്നത്. തുറന്ന വാതായനം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുസ്തകത്തിൻ്റെ അന്തിമ അധ്യായം എന്നുള്ളതെന്നും ഒരു വായനക്കാരനിലാണ്. അത് ഒരിക്കലും ആ പുസ്തകത്തിൻ്റെ രചയിതാവിലല്ല, ആ ഗ്രന്ഥകർത്താവിലല്ല. ഒരു പുസ്തകം നാം വായിച്ചു കഴിയുമ്പോൾ, ഒരിക്കൽ ഒരു പ്രശസ്തനായ ഗ്രന്ഥകർത്താവിനോട് ചോദിച്ചായിരുന്നു, താങ്കളുടെ പുസ്തകം എത്ര കോപ്പികൾ വിറ്റഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഒരു പതിപ്പിൽ 1000 വെച്ച് ഒരു 2500 കോപ്പികൾ ഇപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ തന്നെ വിറ്റഴിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ താങ്കൾ എത്ര പുസ്തകം രചിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ഒരു പക്ഷേ 2500 എന്നുള്ളത് തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരം എന്ന്. അപ്പോൾ പരിഹാസ്യമായി അദ്ദേഹത്തെ നോക്കിയെങ്കിലും ആ പറഞ്ഞതിൻ്റെ സാരം എന്നുള്ളത് ഒരു പുസ്തകം 1000 പേരുടെ കയ്യിലെത്തുമ്പോൾ, അത് 1000 വായനക്കാർ വായിക്കുമ്പോൾ അത് 1000 പുസ്തകങ്ങളായി പുനർജന്മമെടുക്കുന്നു എന്നുള്ള മഹത്തായ ഒരാശയമാണ്. ഓരോ പുസ്തകവും നാം എഴുതുന്ന മാനസികാവസ്ഥയിലല്ല ഒരു വായനക്കാരൻ്റെയോ വായനക്കാരിയുടെയോ കയ്യിൽ എത്തിച്ചേരുമ്പോൾ അത് ഉൾക്കൊള്ളപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തെ രൂപാന്തരപ്പെടുത്തുവാനും അതിനെ സ്വന്തം ജീവിതവുമായി ചേർത്ത് പിടിക്കുവാനും നമ്മുടെ അനുഭവങ്ങളുമായി, നമ്മുടെ ഓർമ്മകളുമായി, നമ്മുടെ സ്വപ്നങ്ങളുമായി
അവയെ ചേർത്ത് വായിക്കുവാനുമൊക്കെയുള്ള മനുഷ്യൻ്റെ സർഗാത്മികതയെ ഏറ്റവും അധികം ദീപ്തമായ രീതിയിൽ അതിൻ്റെ നാളങ്ങളെ ജ്വലിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വായന തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ ഇവിടെ പുസ്തകോത്സവത്തിൽ വെച്ച് പ്രൊഫസർ മധുസൂദനൻ നായർ സാറിനെ കണ്ടായിരുന്നു. മറ്റൊരു വേദി പങ്കിടുവാനുള്ള ഒരവസരം ലഭിച്ചു അദ്ദേഹവുമായി. അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകൾ വളരെ ഇഷ്ടമാണ്. പക്ഷെ ആദ്യം മനസ്സിലേക്ക്, ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കയറി വരുന്ന ഒന്ന് ഇരളിൻ മഹാനിദ്ര തന്നെയാണ്, അല്ലേ? അപ്പോൾ അതിലെ 2 വരി ഞാൻ അദ്ദേഹത്തിനോട് തന്നെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ജീവനൊഴുകുമ്പോഴൊരു തുള്ളിയൊഴിയാതെ നീ തന്ന നിറയുന്ന പുഴയെങ്ങു വേറെ. ഒഴിയാതെ നീ തന്ന നിറയുന്ന പുഴയെങ്ങു വേറെ. കനിവിൻ്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിയിച്ചോ രാകാശമെങ്ങു വേറെ. കനിവിൻ്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിയിച്ചൊരാകാശമെങ്ങു വേറെ. അതിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വരികളാണിവ. അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത് പുസ്തകങ്ങളെക്കുറിച്ചല്ല എന്നെനിക്കറിയാം. പക്ഷേ ഈ വരികൾ ഏറ്റവും അനുയോജ്യമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നും അനുഭവങ്ങളിൽ ചാലിച്ചെടുക്കാവുന്ന ഒരനുഭവം തീർച്ചയായിട്ടും പുസ്തക വായന തന്നെയാണ്. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. എത്ര മനോഹരമായ ലാളിത്യമുള്ള കവിഭാവനയാണെന്ന് ആലോചിച്ച് നോക്ക്. നിന്നെ നീയായി മണക്കാൻ സാധിക്കുന്നത് എവിടെയാണോ അവിടെയാണ് യഥാർത്ഥത്തിൽ നിൻ്റെ ജീവനും നിൻ്റെ സ്വപ്നങ്ങൾക്കും ചൈതന്യം വന്നു ഭവിക്കുന്നത്. അങ്ങനെയുള്ളൊരിടം, അത്ര സുരക്ഷിതമായിട്ടുള്ള ഒരിടം പുസ്തകങ്ങളാണ് എന്നുള്ളത് പുസ്തകങ്ങളുമായി ഒരുപക്ഷേ പ്രണയത്തിലായ ഓരോ വ്യക്തിക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഒപ്പം പറയുന്ന കനിവിൻ്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിയിച്ചൊരാകാശമെങ്ങു വേറെ എന്ന്. ഇവിടെ നേരത്തെ നമ്മൾ അക്രമത്തെക്കുറിച്ചും ഹിംസയെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്നും വേറിട്ട് മനുഷ്യനുമായുള്ള കനിവിൻ്റെ മാനവികതയുടെ മുഖം സ്ഥാപിക്കാനായി ഏറ്റവും നല്ല മാർഗങ്ങൾ സൃഷ്ടിക്കുന്നതും എന്നും പുസ്തകങ്ങൾ തന്നെയാണ്. കാരണം എന്താണ്? ഒരു പുസ്തകത്തിലൂടെ, പല പുസ്തകങ്ങളിലൂടെ പല ജീവിതങ്ങൾ ജീവിച്ചു തീർക്കുവാൻ നമുക്ക് സാധ്യമാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാൻ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ തൊഴിലിടം എന്നുള്ള ചെറിയ വലയങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർക്ക് രാജ്യാന്തരങ്ങൾക്കപ്പുറം, കടൽ കടന്നപ്പുറം, ഏതോ ലോകത്തിലുള്ള ഏതോ ഭാഷ സംസാരിക്കുന്ന, എന്തോ ഭക്ഷണം കഴിക്കുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ജീവിതവും അവൻ്റെ കഥകളും അവളുടെ സ്വപ്നങ്ങളും അവളുടെ യാതനയുമെല്ലാം തിരിച്ചറിയുവാനും അതിലൂടെ മനുഷ്യ മനസ്സിൽ കനിവിൻ്റെ ഒരു തിരിനാളം തെളിയിക്കുവാനുമൊക്കെ സാധിക്കുന്നത് പുസ്തക വായനയിലൂടെയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇനി ഇതെങ്ങനെയാണ് മാനസികാരോഗ്യവുമായി ചേർത്ത് വായിക്കുന്നത് എന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പുസ്തകം വായിക്കുന്നത് നല്ലതാണ് എന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും വിനോദത്തിനായും പുസ്തകം വായിക്കുന്നു എന്നുള്ളതറിയാം. പുസ്തക വായന എന്നുള്ളത്
നാം നമ്മെ തന്നെ സ്വയം കണ്ടെത്തുവാനായിട്ടുള്ള ഒരു മാർഗവുമാണ് എന്ന് നമുക്കറിയാം. ഇതിലൊക്കെ ഉപരിയായി പുസ്തകങ്ങൾ എന്നുള്ള ചെറിയ മാന്ത്രിക പൊതികൾ എന്ന് വേണം പറയുവാൻ അവനെ. ഇന്ന് ശബരി എനിക്ക് അയച്ചൊരു മെസ്സേജിലുണ്ടായിരുന്നു, യുണീക്ലി പോർട്ടബിൾ മാജിക് എന്നുള്ളതാണ് പുസ്തകങ്ങൾ എന്നുള്ളതെന്ന്. ശരിക്കും ചെറിയ മാന്ത്രിക പൊതികളാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ഈ പുസ്തകങ്ങളുടെ മാന്ത്രികത എന്താണ് എന്ന് നാം ഒരു പക്ഷേ എന്നും ഇരുന്ന് ആലോചിക്കുന്നില്ലായിരിക്കും. പക്ഷേ അവയുടെ മാന്ത്രിക സ്പർശം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവ മാനസികാരോഗ്യവുമായി അഭേദ്യമായി കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നത്. പുസ്തകങ്ങളുമായി പ്രണയത്തിലായവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആണോ? എൻ്റെ ആദ്യത്തെ ഒരു പക്ഷേ ആഴത്തിലുള്ള പ്രണയത്തിൻ്റെ ഒരു ചെറിയ നുറുങ്ങ് ഞാൻ പറയാം. ചെറുപ്പകാലത്തിൽ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, പക്ഷേ കയ്യിൽ കിട്ടുന്നത് എന്തും വായിക്കുമായിരുന്നു. അധികവും കുട്ടികൾക്കായിട്ടുള്ള പുസ്തകങ്ങളും മാസികകളും ഒക്കെയായിരുന്നു വായിച്ചു കൊണ്ടിരുന്നത്. അതല്ലാതെ വാക്കുകളോട് വല്ലാത്തൊരു ആസക്തി തോന്നിയിട്ടുള്ള ഒരു കുട്ടി കൂടിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഡിക്ഷണറി എടുത്ത് വെച്ച് വായിക്കുന്ന ഒരു ശീലം കുട്ടിക്കാലത്ത് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുസ്തകങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പരന്ന് വായിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് MBBS ചേർന്ന ഒരു കാലഘട്ടം. MBBS ചേർന്നപ്പോൾ അവിടെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ, CMC വെല്ലൂരിലാണ് പഠിച്ചത്, അപ്പോൾ അവിടെ ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ള ഒരു രീതി, നല്ല നിലയിലുള്ള എന്നാൽ നമുക്കാവശ്യമില്ലാത്ത ഏതെങ്കിലും സാധനങ്ങൾ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് മുറിയുടെ പുറത്ത് നല്ല രീതിയിൽ എടുത്ത് വയ്ക്കും. നമ്മുടെ ഡസ്റ്റ്ബിന്നകത്ത് കൊണ്ടെറിയത്തില്ല, പക്ഷെ മറ്റാർക്കെങ്കിലും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ. അതൊരു പേനയാവട്ടെ, ഒരു പുസ്തകമാവട്ടെ, ഒരു ഷീറ്റാവട്ടെ, ഒരു തുണിയാകട്ടെ, ഒരു പാത്രമാകട്ടെ, എന്തുമാകട്ടെ. അപ്പോൾ പുനരുപയോഗം ചെയ്യുക എന്നുള്ള ഒരു ആശയത്തിലുള്ളൊരു കാര്യമാണ് അത്. അവിടെ മാത്രമല്ല, അതിനുശേഷം മറ്റ് പുറം രാജ്യങ്ങളിൽ പോകുമ്പോഴും അവിടെയുമൊക്കെ ഹോസ്റ്റലുകളിലുള്ള ഒരു ശീലമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ ആശുപത്രിയിൽ പോയി അന്നത്തെ തിരക്കും ജോലിയും പഠനവും ലൈബ്രറിയും എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ എൻ്റെ മുറിയുടെ തൊട്ടെതിരെയുള്ള ഒരു മുറി, എൻ്റെ ഒരു സുഹൃത്തും സീനിയറുമായിട്ടുള്ള ഒരു കുട്ടിയാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ മുറിയുടെ പുറത്ത് ഒരു പുസ്തകവും ഒരു ബാഗും 2-3 പേനകളുമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതായത് മറ്റാർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോളൂ എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് അതവിടെ വെക്കുന്നത്. അങ്ങനെ ആ പുസ്തകം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ചോക്കർ ബാലിയായിരുന്നു. ആ കോറിഡോറിൽ അന്ന് ആരുമില്ല. ഇത് രാത്രി ഒരു 10:30 മണിയൊക്കെ ആയി കാണും ഞാൻ തിരിച്ച് മുറിയിലേക്ക് കയറുമ്പോൾ. അപ്പോഴാണ് ചോക്കർ ബാലി എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു പക്ഷേ മുന്നേ ഉണ്ടായിരുന്ന ബോയ് ഫ്രണ്ട് സമ്മാനിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഉള്ളിൽ എഴുത്ത് കണ്ടപ്പോൾ എനിക്കതാണ് മനസ്സിലായത്. അപ്പോൾ ആ പുസ്തകം പുറത്ത് നിക്ഷേപിച്ചിരുന്ന അവസ്ഥയിലാണ് ഞാനത് കാണുന്നത്. അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ആ പുസ്തകം ഞാൻ കയ്യിലെടുത്തു. അന്ന് രാത്രി ഞാൻ ചോക്കർ ബാലി വായിച്ചു തുടങ്ങി. അന്നാണ് യഥാർത്ഥത്തിൽ ഐ ന്യൂ വാട്ട് ഇറ്റ് മെൻറ്റ് ഇറ്റ് വാസ് ടു ഫോൾ ഇൻ ലവ്. ആദ്യമായി അത്ര ആഴത്തിൽ പ്രണയത്തിൽ വീണത് അന്നായിരുന്നു, ചോക്കർ ബാലി വായിച്ച ആ ദിവസം. അന്ന് രാത്രി, ഒറ്റ രാത്രി കൊണ്ട് ഞാൻ വായിച്ച് തീർന്നൊന്നുമില്ല, പക്ഷേ ആ ലോകത്തിലേക്ക് എന്നെ വളരെ മാസ്മരികമായി വഹിച്ചു കൊണ്ടുപോയ ഒരു പുസ്തകമായിരുന്നു ചോക്കർ ബാലി. അന്നു മുതൽ ടാഗോർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ മനസ്സിലിങ്ങനെ ഒരു ചെറിയ പൂത്തിരി കത്തി തുടങ്ങും. അതിലെ ഓരോ രംഗവും, അതിലെ ഓരോ കഥാപാത്രവും, ആ കഥാതന്തുവും, അതെങ്ങനെയാണത് നയിച്ചു കൊണ്ടുപോയത് എന്നുള്ളതെല്ലാം ഒരു പക്ഷേ എൻ്റെ മനസ്സിൽ വായനയോടുള്ള ആസക്തി, വായനയോടുള്ള പ്രണയം എന്ന് വേണം പറയാൻ. ആസക്തി അതിനു മുമ്പ് ഉണ്ടായിരുന്നു. അതിനേക്കാളും ആഴത്തിലുള്ള ഒരു മാനസികാവസ്ഥയാണ് പ്രണയം എന്ന് പറയുന്നത്. വായനയോടുള്ള പ്രണയം ആരംഭിക്കുന്നത് അന്ന് രാത്രിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും ആ കുട്ടിയെ കാണുമ്പോൾ പറയും,
യു ഹവ് ഗിവൻ മീ ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ലൈഫ് എന്നുള്ളത്. ആ കുട്ടിക്ക് ആവശ്യമില്ലായിരുന്ന ഒരു പുസ്തകമായിരുന്നു, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു പുസ്തകമായിരുന്നു അത് എന്നുള്ളത്. അങ്ങനെ പുസ്തകങ്ങളുമായി നാം പ്രണയത്തിലാകുമ്പോൾ നാം ആ ഒരു ഗ്രന്ഥകർത്താവുമായോ ആ ഒരു കഥയുമായോ ആ ഒരു നാടകവുമായോ ആ ഒരു കഥാപാത്രവുമായോ മാത്രമല്ല നാം പ്രണയത്തിലാവുന്നത്, നാം നമ്മോട് തന്നെ പ്രണയത്തിലാവുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എന്തൊക്കെയോ നാം അതിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട്. ആ വിനിമയം നമുക്ക് സംഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ പ്രണയത്തിലാകുന്ന അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നത്. അന്ന് തുടങ്ങിയ ഒരു യാത്രയാണ് ഈ പുസ്തക സഞ്ചാരം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും എവിടെ പോകുവാണെങ്കിലും അവിടെയുള്ള ഗ്രന്ഥശാലയും പുസ്തകങ്ങളും കണ്ടുപിടിക്കുകയും അവിടെ പോയി കുറേ സമയം ചെലവഴിക്കുകയും പുസ്തകങ്ങൾ എന്നുള്ള ഒരു മാസ്മരിക ലോകത്തിൻ്റെ ആ മണവും കാറ്റും ഒക്കെ ഒപ്പിയെടുക്കുവാനും അവയൊക്കെ എന്നെ സ്പർശിക്കുവാനും തീണ്ടുവാനും ഒക്കെ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് മാനസികാരോഗ്യം എന്നുള്ള ഒരു പക്ഷേ കുറച്ച് അൺറൊമാൻറ്റിക് ആയിട്ടുള്ള പദമായിരിക്കും മാനസികാരോഗ്യം എന്ന് പറയുന്നത്. പക്ഷേ അതിനെ എങ്ങനെയാണ് മഹത്വവൽക്കരിക്കുന്നത് പുസ്തകങ്ങൾ എന്നുള്ളത് നേരിട്ട് ജീവിച്ച് അനുഭവിച്ചിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ നിങ്ങളോടിന്ന് സംസാരിക്കുന്നത്. എൻ്റെ സഞ്ചാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുസ്തകങ്ങൾ ചെറിയ മാന്ത്രിക പൊതികളാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഈ പറഞ്ഞതുപോലെ മറ്റൊരാളുടെ കോട്ട് അല്ലെങ്കിൽ വാക്യങ്ങൾ വായിച്ച് മാത്രം പറയുന്നതല്ല, അതും സ്വ അനുഭവത്തിലൂടെ തന്നെ പറയുന്നതാണ് എന്ന് വേണം എടുത്തു പറയുവാൻ. ഞാൻ IAS അക്കാഡമി, മസൂരിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ ഞങ്ങളുടെ IAS പരിശീലനത്തിനായി പോയിരുന്ന കാലം. ആ ഒരു കാലയളവിൽ മസൂരിയിലുണ്ടായിരുന്ന ഒരൊറ്റ ദിവസം പോലും വൈകുന്നേരം അവിടുത്തെ ഗാന്ധി സ്മൃതി ലൈബ്രറിയിൽ പോയി കുറച്ച് സമയം ചെലവഴിക്കാതെ ഞാൻ വന്നിട്ടില്ല. വായിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിലും പോയി ലൈബ്രറിയെ കണ്ട് ഹാജർ വെച്ചിട്ട് വരുമായിരുന്നു. അപ്പോൾ അവിടുന്ന് ശരിക്കും ഞങ്ങളുടെ പരിശീലനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന സമയത്ത് അവിടുത്തെ എൻ്റെ അധ്യാപകരാണെങ്കിലും എൻ്റെ സഹപാഠികളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഒക്കെ പറയുമായിരുന്നു, മസൂരിയിലെ ബാക്കി ആര് നിന്നെ മിസ് ചെയ്യുമോ ഇല്ലയോ എന്നറിയത്തില്ല, പക്ഷേ ഇവിടുത്തെ പുസ്തകങ്ങൾ എന്തായാലും നിന്നെ മിസ് ചെയ്യും എന്നുള്ളത് പറയുമായിരുന്നു എന്നോട്. കാരണം അത്ര മനോഹരമായിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. ആ ലൈബ്രറിയിൽ പ്രവേശിച്ച് ഈ പറഞ്ഞ പഴയ പുസ്തകങ്ങളുടെ ഇതളുകളുടെ താളുകളുടെയൊക്കെ മണം ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് മനസ്സിന് ആനന്ദം തരുന്ന, ഒരുപാട് മനസ്സിനെ ശാന്തമാക്കുന്ന ഒരനുഭവമായിരുന്നു. അതും ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഹിമവൽ ശൃംഗങ്ങൾ, ഇങ്ങനെ മഞ്ഞു മൂടിക്കിടക്കുന്ന ഹിമവൽ ശൃംഗങ്ങളാണ് ലൈബ്രറിയുടെ തൊട്ടു പിറകിൽ കിടക്കുന്നത്. അപ്പോൾ ലൈബ്രറിയുടെ ജനാലകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും രമണീയമായിട്ടുള്ള കാഴ്ചകളാണ്. വായിക്കാൻ പറ്റിയ അന്തരീക്ഷവും ഈ പുസ്തകങ്ങൾ ഓരോന്ന്, അതും വളരെ പഴയകാല പുസ്തകങ്ങൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനയുടെ പോലും ഒറിജിനൽ കോപ്പിയുടെ ഒന്ന് മസൂരി ലൈബ്രറിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും പഴയ കാലത്തിലെ പുസ്തകങ്ങൾ അവിടെയുണ്ട്. അത് ഓരോന്നും പോയി എടുത്തുകൊണ്ട് വന്ന് ഈ ജനാലയെ നോക്കിയിരുന്ന് വായിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമെന്ന് പറയുന്നത്, ഒരു പക്ഷേ എന്നെ ഞാൻ തിരിച്ചറിയുന്നതിൽ അവിടുത്തെ ഏതൊരു അധ്യാപകനേക്കാളും അവിടെ ഞങ്ങൾക്ക് നൽകിയ പരിശീലനത്തിൻ്റെ ഏതൊരു സെഷനേക്കാളും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത് ആ ലൈബ്രറിയാണ് എന്നെനിക്ക് പറയാൻ സാധിക്കും. അങ്ങനെ അവിടെ ഒരു ദിവസം എനിക്കുണ്ടായ വളരെ ആശ്ചര്യകരമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഏതൊക്കെയോ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. കുറച്ച് ഈ പറഞ്ഞ പരീക്ഷകളോ അസൈൻമെൻറ്റോ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തീർത്തതിന് ശേഷം ഞാൻ ലൈബ്രറിയിലേക്ക് പോയി. ലൈബ്രറിയിൽ പോയി അന്ന് എടുത്തത് ഒർഹാൻ പമുഖിൻ്റെ ഇസ്താൻബുൾ എന്നുള്ള പുസ്തകമായിരുന്നു. അങ്ങനെ ഇസ്താൻബുളിലെടുത്ത് ഞാൻ അവിടുത്തെ ഇതുപോലത്തെ ഒരു സോഫയാണ്, ആ സോഫയിൽ ഇങ്ങനെ ഇരുന്ന് ഇസ്താൻബുൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ആ നഗരത്തെ വളരെ മനോഹരമായ വാക്കുകളിൽ വർണ്ണിക്കുന്ന ഒരു അധ്യായമുണ്ട്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അതിലൊരു മഴവില്ലിൻ്റെ ഒരു ദൃശ്യം കൂടി അദ്ദേഹം എഴുതുന്നുണ്ട്. അത് വായിച്ചു കഴിഞ്ഞ് ഞാൻ ഇത് വായിച്ചതിന് ശേഷം
അതിങ്ങനെ ഇരുന്ന് സ്വാംശീകരിക്കുകയായിരുന്നു. കണ്ണടച്ചുകൊണ്ട് ഞാൻ ഈ നഗരം, അദ്ദേഹം പറയുന്ന ഈ നഗരം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്, ഞാൻ ഇസ്താൻബുളിൽ പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന ഈ മിനാററ്റുകളും പഴയ കെട്ടിടങ്ങളും കുറച്ചൊക്കെ ഉടഞ്ഞുപോയ കെട്ടിടങ്ങളും ആ നഗരത്തിലെ ഇതുപോലത്തെ ലൈറ്റുകളും, ഇങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ണടച്ചിരുന്ന് ഒന്ന് എൻ്റെ ഭാവനയിൽ വരയ്ക്കുകയായിരുന്നു ആ നഗരം. അത് കഴിഞ്ഞ് ഞാൻ കണ്ണ് തുറന്ന് ഈ ജനാലയിലൂടെ ഈ ഹിമവൽ ശൃംഗങ്ങളുടെ ഇടയിലേക്ക് നോക്കിയപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു മഴവിൽ അവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുകയാണ് ആ ഹിമവൽ ശൃംഗങ്ങളുടെ ഇടയിൽ. ഒരു പക്ഷേ അത് വാക്കുകളിൽ ഞാൻ പറയുമ്പോൾ അതിൻ്റെ അനുഭൂതി എന്താണ് എന്ന് എനിക്ക് പകർത്തി തരാനാവില്ലായിരിക്കും. അതിൽ ഞാൻ തോറ്റുപോകുമെന്ന് എനിക്കറിയാം. പക്ഷെ ആ നിമിഷം എന്നുള്ളത് ജീവിതത്തിൽ ഇനിയും മാന്ത്രികത സൃഷ്ടിക്കാൻ നിനക്കാകും എന്നുള്ള ഒരു വലിയ സന്ദേശം എനിക്ക് നൽകിയൊരു നിമിഷമായിരുന്നു. ജീവിതത്തിൽ ഉറച്ചു വിശ്വസിക്കുവാനും ജീവിതത്തിൽ മാസ്മരികമായും നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കുവാനും ഇതുപോലെ മഴവില്ലുകൾ തീർക്കുവാനും നമുക്ക് സാധിക്കും എന്ന് എന്നോട് പറയാതെ പറഞ്ഞ ഒരു നിമിഷമായിരുന്നു അത് ശരിക്കും. ഇനി അന്ന് ആ പുസ്തകം വായിച്ചില്ലായിരുന്നെങ്കിൽ ആ മഴവിൽ ഞാൻ കാണില്ലായിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. മഴവിൽ എന്തായാലും അവിടെ വന്നു, നമ്മൾ പുസ്തകം വായിച്ചാലും ഇല്ലെങ്കിലൊക്കെ അത് കാണുമായിരുന്നല്ലോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാനിത് അവിടെ എൻ്റെ ഒരു സഹപാഠിയോട് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യമാണ്, അതിനെന്തിനാണ് ഈ പുസ്തകത്തിന് ക്രെഡിറ്റ് കൊടുക്കുന്നത് ആ മഴവിൽ കണ്ടതിന് എന്നുള്ളതിന്. പക്ഷേ അന്ന് ആ മഴവിൽ ഒരു വെറും മഴവില്ലായി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരുപക്ഷെ 10, 20, 50 മഴവില്ലുകൾ കാണാനുള്ള ഒരു ഭാഗ്യം നമുക്കെല്ലാവർക്കും ഒരു ആയുഷ്കാലത്തിൽ കിട്ടുമായിരിക്കും. എത്ര കൂടിയാലും അത്രയും കിട്ടണം എന്നില്ല. പക്ഷേ അതിലൊരു മഴവില്ലായി ഇതും അങ്ങ് പോകുമായിരുന്നു. പക്ഷേ ആ മഴവില്ലിന് തന്നെ അഴകേകിയതും ഈ അനുഭൂതി എനിക്ക് നൽകിയതും ആ പുസ്തകമായിരുന്നു അന്നവിടെ. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു അനുഭവം എന്നുള്ളത് ജീവിതത്തിൽ തിരിച്ചു വരുവാനുള്ള, ജീവിതത്തിൽ കൂടുതൽ പ്രത്യാശ അർപ്പിക്കുവാനുള്ള, വിശ്വാസം അർപ്പിക്കുവാനുള്ള ഒരു മാന്ത്രിക പൊതിയായിട്ടാണ് ആ പുസ്തകം എനിക്കെന്ന് അനുഭവപ്പെട്ടത്. എന്നാൽ അതുപോലെ തന്നെ ഒരു പക്ഷേ അനവധി അനുഭവങ്ങൾ പലർക്കും പുസ്തകങ്ങളുമായി ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ഒരു പുസ്തകോത്സവത്തിലാണെങ്കിലും മറ്റ് ഏതൊരവസരത്തിലാണെങ്കിലും നമ്മൾ എടുത്തു പറയുന്ന മറ്റൊരു പേര് എന്നുള്ളത് തീർച്ചയായിട്ടും ആദരണീയനായ MT വാസുദേവൻ നായരുടേതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നത് എന്നുള്ളതിനെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും ലേഖനങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരനുഭവമാണത്. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അന്ന് പുസ്തകം വാങ്ങിച്ച് വായിക്കുവാനുള്ള ഒരു സാമ്പത്തിക ശേഷിയൊന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിൽ അവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥശാലയിൽ പോയി പുസ്തകമെടുത്ത് വായിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി സ്കൂളിൽ അവധിക്കാലം വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗ്രന്ഥശാലയിൽ പോയി പുസ്തകം വായിച്ച് തിരിച്ചു വരാനുള്ള ഒരു അനുമതി സ്കൂൾ അധികൃതർ അദ്ദേഹത്തിന് നൽകിയില്ലായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു 11ാം ക്ലാസ്സിലെ ആ ഒരു അവധിക്കാലത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെയുള്ള അറിയാവുന്ന മറ്റ് ചില വ്യക്തികളോട് സംസാരിച്ച്, അന്ന് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനോട് സംസാരിച്ച് അക്കിത്തത്തിൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ വായിക്കുവാനുള്ള ഒരു അനുമതി വാങ്ങിത്തരാമോ എന്ന് MT ചോദിക്കുകയും അങ്ങനെ ആ അവധിക്കാലത്ത് അക്കിത്തത്തിൻ്റെ മനയിൽ ചെന്ന് അവിടെ അദ്ദേഹത്തിൻ്റെ പത്തായപ്പുര പുസ്തകപ്പുരയായിട്ട് മാറ്റിയിരുന്നു എന്നാണ് അതിൽ പറയുന്നത്. ഏതാണ് പണ്ടത്തെ നമ്മുടെ കലവറയായിട്ടുള്ള പത്തായപ്പുര പുസ്തകപ്പുരയായിട്ട് അക്കിത്തം മാറ്റിയിരുന്നു. അപ്പോൾ ആ പുസ്തകപ്പുരയിൽ ചെന്ന് MT ദിനസരി പുസ്തകങ്ങൾ വായിക്കുകയും അങ്ങനെ അക്കിത്തത്തെ കാണുകയും അതുമൂലമാണ് അദ്ദേഹം എഴുത്തിൻ്റെ ഈ ഒരു ലോകത്തിലേക്ക് വന്ന് പ്രവേശിക്കുകയും ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ നിരവധി അനുഭവങ്ങൾ നമ്മെ ഓരോരുത്തരെയും വഴിതെളിക്കുവാനായി, അത് നമുക്ക് മാനസിക ഉല്ലാസം തരിക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് നമുക്ക് നമ്മുടെ വിഷമതകളെ മറക്കുവാനും മറ്റൊരു ലോകത്തിലേക്ക് അനന്യമായി ഒരു മാന്ത്രിക തേരിലൂടെ സഞ്ചരിക്കുവാനും, ഒപ്പം
ഒരു പക്ഷേ വലിയൊരു വഴികാട്ടിയായി കൂടെ നിൽക്കുവാനും ആത്മവിശ്വാസമേകുവാനുമൊക്കെ പുസ്തകങ്ങൾ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതിൽ ഇനിയും അനവധി ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. മാനസിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു 2 വാക്ക് പറയണം എന്നുണ്ടായിരുന്നു. സമയം അതിക്രമിക്കുന്നു എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ 2 വാക്ക് പറഞ്ഞ് ഞാൻ നിങ്ങളുമായി കുറച്ച് നേരം കൂടി സംവദിക്കുവാനുള്ള ഒരു 5 മിനിറ്റ് കൂടി എടുക്കാം. ഇന്ന് നമ്മൾ എന്തിനാണ് മാനസികാരോഗ്യവും പുസ്തകം അല്ലെങ്കിൽ വായനയും എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ലോകത്തിൽ തന്നെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്ക് പുറമെ ഏറ്റവും അധികം ആളുകൾ ഇന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നതും യാതന അനുഭവിക്കുന്നതും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് എല്ലാ പഠനങ്ങളും എടുത്തു പറയുകയാണ്. WHO മുതൽ നമ്മുടെ ഭാരത സർക്കാരിൻ്റെ, കേരള സർക്കാരിൻ്റെ ഒക്കെ പഠനങ്ങൾ എടുത്തു പറയുകയാണ്. അത്രയധികം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നമുക്കിടയിൽ നിലവിലുണ്ട് എന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുവാനോ ചർച്ച ചെയ്യുവാനോ, എനിക്കും ഒരു മാനസിക പ്രശ്നമുണ്ട് എന്നെടുത്തു പറയുവാനോ ഇന്നും നമ്മൾ ശങ്കിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് പല പ്രശ്നങ്ങൾക്കും ഒരു പക്ഷേ ഉത്തരങ്ങൾ നൽകിയ പുസ്തകങ്ങളിലൂടെ തന്നെ നമുക്ക് ഈ ഒരു മാനസികാരോഗ്യ പ്രശ്നത്തിനും ഉത്തരം കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അക്കിത്തത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അക്കിത്തത്തിൻ്റെ ഒരു കവിതയിലെ ഒരു വരിയുണ്ട്. അദ്ദേഹം പഠനങ്ങൾ, അതായത് പുസ്തകം വായിക്കുന്നതും നമ്മൾ പഠിക്കുന്നതും ഒക്കെ എന്തിനാണ് എന്നുള്ളത് വളരെ രസകരമായി, വളരെ ലളിതമായി 2 വരിയിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. തമ്പുരാനെ, മണ്ണിലുറങ്ങിടും തമ്പുരാനെ, പാവങ്ങൾ ഞങ്ങൾ തൻ പഞ്ചേന്ദ്രിയങ്ങളെ പാവനമാക്കുക തമ്പുരാനെ എന്ന്. പഠനത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് ആ ഒരു വരിയിൽ പറയുന്നത്. ദൈവത്തിനോട് പറയുകയാണ്, പാവങ്ങൾ ഞങ്ങൾ തൻ പഞ്ചേന്ദ്രിയങ്ങളും പാവനമാക്കുക തമ്പുരാനെ എന്നുള്ളതാണ്. പഞ്ചേന്ദ്രിയങ്ങളും പാവനമാക്കി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറയുന്ന മാനസികാരോഗ്യ പ്രശ്നത്തെ സ്ഥായിയായി പരിഹരിക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു ചെറിയ വലിയ രഹസ്യം കൂടി അതിലുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതം സമഗ്രമായ ഒരു ദിശയിലൂടെ വളർത്തിക്കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ നാം കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം പാവനമാക്കിക്കൊണ്ടേയിരിക്കണം എന്നുള്ളത് ഒരു നിരന്തര പ്രക്രിയയാവണം. ആ നിരന്തര പ്രക്രിയയ്ക്ക് എന്നും അകമ്പടി സേവിക്കുന്നത് ഒരുപക്ഷെ പുസ്തകങ്ങൾ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുവാനും പുസ്തകങ്ങളിലൂടെ ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്കതും കൂടി എടുത്തതിന് ശേഷം സെഷൻ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. മാം, എൻ്റെ പേര് വരദ എന്നാണ്. എനിക്ക് ഈ സെഷൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. മാം പറഞ്ഞത് സത്യമായിട്ടും നല്ല ശരിക്കും അത് സത്യം തന്നെയാണ്. എന്നെയും വായന ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ വായന കോറിയിട്ട് പോകുന്ന വരകളിലൂടെ നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയാണ്. എനിക്കൊരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ആ പുസ്തകം വായിച്ച് തീർക്കുന്നത് വരെ എനിക്കും ഒരു ആകാംക്ഷയാണ് എന്താണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ. ഇപ്പം ഞാൻ അവസാനമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് MT വാസുദേവൻ നായർ സാറിൻ്റെ കാലം എന്ന നോവലാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു വേർഡ് അതിലുണ്ടല്ലോ, ഒറ്റയ്ക്കായി പോകുന്ന സുമിത്രയെ കാണാനായിട്ട് അവസാനം സേതുമാധവൻ എത്തുന്നു. അപ്പോൾ സേതുമാധവൻ ചോദിക്കുകയാണ്, സുമിത്രേ, എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. അപ്പോൾ സുമിത്ര പറയുകയാണ്, ഇഷ്ടം? സേതുവിന് എന്നും ഒരാളോട് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, സേതുവിനോട് മാത്രം. എൻ്റെ മനസ്സിൽ ഈ വരികളൊക്കെ പതിയാൻ കാരണം അത്രമാത്രം ഞാൻ പുസ്തകത്തെ സ്നേഹിച്ച് വായിക്കുന്നത് കൊണ്ട് തന്നെയാണ്. എനിക്ക് തീർച്ചയായും ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടു മാം. താങ്ക് യു വരദ. അപ്പം അത് ആ പറഞ്ഞതിൻ്റെ ഒരു നേർചിത്രമായിട്ട് വരദ ഇങ്ങനെ അവതരിക്കുകയാണ് നമ്മുടെ മുന്നിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു മാന്ത്രിക പൊതിയാണത്,
അല്ലേ? പുസ്തകം വായിക്കുമ്പോഴുള്ള നമ്മുടെ ക്രിയാത്മകതയും സർഗശേഷിയൊക്കെ എന്തുമാത്രം ഇങ്ങനെ പ്രകടിതമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. നന്നായി വരട്ടെ മോളെ. നമസ്കാരം മാം, എൻ്റെ പേര് കൃഷ്ണകുമാർ. മാം, ആദ്യം തന്നെ മസൂരിയിലെ ലൈബ്രറിയിലോട്ടൊരു കൂട്ടിക്കൊണ്ടുപോയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ചോദ്യത്തിലേക്ക് കിടക്കാം. മാം ഇപ്പോൾ പറഞ്ഞു വായനയുടെ അന്ത്യം വായനക്കാരിലാണ് എന്ന്. അപ്പം മാമിൻ്റെ വായനയുടെ അന്ത്യത്തിൽ വളരെയധികം നിശ്ചലയായിപ്പോയ ചില എഴുത്തുകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എൻ്റെ പോസ് ചെയ്തിട്ടുള്ള 2 പുസ്തകങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മാമിനെ നിശ്ചലയാക്കിയ ഒരു പുസ്തകത്തെക്കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കുമോ പ്ലീസ്? താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ ഇവിടെ വന്നതിലും ഇത് ഇങ്ങനെ വളരെ സസൂക്ഷ്മം ശ്രവിച്ചുകൊണ്ടിരുന്നതിൽ ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇപ്പം നല്ലൊരു വായനക്കാരനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം അത്രയും അധികം ശ്രദ്ധ ഒരു പ്രക്രിയയുടെ മേൽ നമുക്ക് അങ്ങനെ അന്യശ്രദ്ധ ഇല്ലാതെ നമുക്ക് പതിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും അതും വായനയുടെ മറ്റൊരു ഗുണമാണ്. അപ്പോൾ എന്നെ നിശ്ചലയാക്കിയ ഒരു പുസ്തകം എന്നുള്ളത് ഞാൻ പറയും വെൻ ബ്രെത്ത് ബിക്കംസ് എയർ, ഡോക്ടർ പോൾ കലാനിധിയുടെ. വായിച്ചിട്ടുണ്ടോ? അമ്മയുടെ ഒരു ഫേവറേറ്റ് ബുക്കാണ്. കഴിഞ്ഞ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത ബുക്ക് അതാണ്. നന്നായി. അത് ആ ഒരു ശീർഷകത്തിൽ തന്നെ ശരിക്കും ജീവിതത്തിൻ്റെ ഒരു വലിയ അന്തസത്ത അതിലൊളിഞ്ഞു കിടക്കുകയാണ്. നമുക്കിങ്ങനെ വളരെ അധികം സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വായു അല്ലേ, അത് നമ്മൾ ജീവനോടെ ഉള്ളപ്പോൾ അത് ശ്വാസമാണ്, നമുക്ക് ജീവശ്വാസമാണ് അത് ഓരോന്നും. ആ ജീവശ്വാസം എന്നുള്ളത് വെറും വായുവായി മാറുമ്പോൾ, മരണം നമ്മെ പുണരുമ്പോൾ ആ ശ്വാസം വായുവായി മാറുകയാണ്. പക്ഷേ വായുവിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോഴും മരിക്കുമ്പോഴൊക്കെ വായു തന്നെയാണ്. പക്ഷേ അത് നമ്മിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് ജീവശ്വാസമായി മാറുന്നത്. അത്രയധികം അതിലെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും യാതനകളും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയും എല്ലാം തന്നെ. ഞാനൊരു പക്ഷേ ന്യൂറോ സർജറിയിലായിരുന്നു എന്നുള്ളത് കൂടെ കൊണ്ടും എനിക്ക് അതിലൂടെ യാത്ര ചെയ്യാൻ കുറേ കൂടെ ആധികാരികമായി സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ആ ഒരു ചിന്ത എന്നുള്ളത് ഒരിക്കലും എൻ്റെ മനസ്സ് വിട്ട് ഇപ്പോഴും പോയിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ശീതളമാകാറുണ്ട്, ഇപ്പോഴും അങ്ങനെ നിശ്ചലമാകാറുണ്ട് ശരിക്കും. മാഡം, എൻ്റെ പേര് മനോമോഹൻ നായരെന്നാണ്. മാഡം പ്രതിദാനം ചെയ്യുന്ന ആ സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്, വിഴിഞ്ഞത്തിനടുത്തുള്ള ആഴിമലയിൽ. എൻ്റെ ചോദ്യം, മുകുന്ദൻ്റെ പുസ്തകങ്ങളിൽ മാഡത്തിന് സ്വാധീനിച്ച ഏത് പുസ്തകമാണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലോ എല്ലാവരെയും സ്വാധീനിച്ച പുസ്തകം തന്നെയായിരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ എംബസിക്കാലം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം രസകരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ അതിനു മുൻപുള്ള കഥകളിലൂടെയും നോവലുകളിലൂടെയും കാണാൻ പറ്റാത്ത കുറേ കൂടെ യാഥാസ്ഥിതികമായിട്ടുള്ള ഒരുപാട് കാര്യം അദ്ദേഹം അതിലൂടെ പറയുന്നുണ്ട്. എൻ്റെ എംബസിക്കാലം, അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ നാലുകൾ, അതുപോലെ തന്നെ അതിലെ ഇന്ത്യയെ നമ്മൾ പെൺമയമാക്കണം എന്നുള്ള ഒരു അധ്യായം, അതൊക്കെ തന്നെ ഞാൻ മാതൃഭൂമിയിൽ കണ്ടമായിട്ട് വന്ന് വായിച്ചു. ഇപ്പോൾ അത് പുസ്തകം വീണ്ടും വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷം. ഇപ്പോൾ പുസ്തകം എന്നുള്ള ഒരായുധത്തെ എന്നും സമാധാനത്തിനായും സ്നേഹത്തിനായും നന്മയ്ക്കായും നമുക്ക് വിനിയോഗിക്കാമെന്ന് മാത്രം ആഹ്വാനം ചെയ്തു കൊള്ളുന്നു. ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സാക്ഷരതാ യജ്ഞത്തിൻ്റെ സമയത്തിലുണ്ടായിരുന്ന ആ ഒരു കവിത, ആ ഒരു ഗാനം എന്നുള്ളത് വരും തലമുറകളെയും പുസ്തകങ്ങളോടുള്ള ആ ഒരു പ്രണയത്തെയും പുസ്തകങ്ങൾ വിനിയോഗിക്കുവാനുള്ള ത്വരയെയും ഒക്കെ വർദ്ധിപ്പിക്കും എന്നാണ് കരുതുന്നത്. പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ എന്നുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ബെർത്തോൾട്ട് ബ്രെറ്റിൻ്റെ ഇംഗ്ലീഷ് ഒരു കവിതയിൽ നിന്നും മൊഴിമാറ്റം ചെയ്തതാണ്. എങ്കിലും അതൊരു ഓർമ്മപ്പെടുത്തലായി നമുക്കെന്നും കൂടെ കൊണ്ട് നടക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം വളരെ നല്ല ഒരു ശ്രോതാവായി ഇവിടെ നിന്നിരുന്ന, അതിലുപരിയായി നിങ്ങളുടെ ചിന്തകളും ആശയവും ഒക്കെ വിനിമയം ചെയ്ത ശ്രോതാക്കളായി നിന്നിരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹം, എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്കും വായിച്ചു വളരാം.